സംവിധായകൻ സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെടുത്തി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഒരു തവണ വിഷയത്തിൽ പോലീസിൽ പരാതിപ്പെട്ടു എന്നല്ലാതെ മറ്റു പരസ്യ പ്രതികരണങ്ങൾ ഒന്നും നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ മൗനം പാലിക്കാതെ സനൽകുമാറിന്റെ വിഷയത്തിലും അയാൾ പറയുന്ന കാര്യത്തിലും സത്യമുണ്ടോ ഇല്ലയോ എന്നത് മഞ്ജു വാര്യർ വ്യക്തമാക്കണമെന്ന്. അല്ലാത്തപക്ഷം സംശയത്തിന്റെ കുന്തമുനകൾ ജനങ്ങളുടെ മനസ്സിലേക്ക് നീളുമെന്നും സംവിധായകൻ ജോസ് തോമസ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ മഞ്ജു വാര്യരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടൊരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. മഞ്ജു വാര്യരുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ഇടാൻ നിൽക്കുന്നവർ ആ വെള്ളമങ്ങ് വാങ്ങിവെച്ചേക്കെന്ന് കുറിപ്പിൽ പറയുന്നു. പാപ്പരാസികൾ വായിൽ കോലിട്ട് കുത്തിയിട്ട് പോലും മുൻ ഭർത്താവിനെക്കുറിച്ചും മകളെക്കുറിച്ചും അവർ വാ തുറന്നില്ല. പിന്നല്ലേ കുറേ റിയാക്ഷൻ വീഡിയോ ഇട്ട് അന്നം കഴിക്കുന്നവരുടെ ഡയലോഗടി കേട്ട് അവർ മിണ്ടാൻ പോകുന്നതെന്ന് ഫേസ്ബുക്ക് യൂസറായ റഫീസ നിസാർ കുറിപ്പിലൂടെ പറയുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: മഞ്ജുവിൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ഇടാൻ നിൽക്കുന്നവർ ആ വെള്ളമങ്ങ് വാങ്ങിവെച്ചേക്ക്. മിണ്ടാൻ അവർക്ക് സൗകര്യമില്ല. മുൻ ഭർത്താവിൽ നിന്നും ചിക്കിളി വാങ്ങി എങ്ങനെയെങ്കിലും ആ സ്ത്രീയുടെ സ്വസ്ഥത ഇല്ലാതാക്കാൻ നടക്കുന്ന കുറേയെണ്ണം. കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ട, മഞ്ജു വാര്യർ മതി. അവർക്ക് വേണമെങ്കിൽ കിണ്ണം കാച്ചിയ നല്ലൊന്നാന്തരം ചൊങ്കന്മാരെ കിട്ടും. അവർ അങ്ങനെയൊരു സ്ത്രീയല്ലെന്ന് ബോധ്യമുള്ള പെണ്ണുങ്ങളാണ് സ്വന്തം ഭർത്താവിനൊപ്പം മഞ്ജുവിനെയും കൂടെ കൂട്ടുന്നത്. ഭർത്താവിനോട് ഭയങ്കര പൊസസീവ്നെസ് ആണെന്ന് കേൾവി കേട്ട പെണ്ണിൻ്റെ ഭർത്താവിനൊപ്പം പോലും വിദേശയാത്ര നടത്തുമ്പോൾ ആ ഭാര്യയ്ക്ക് യാതൊരു പ്രശ്നവുമില്ലെങ്കിൽ മഞ്ജുവിൻ്റെ ക്വാളിറ്റി എത്രത്തോളമെന്ന് മനസ്സിലാക്കാം. അവളുടെ ചിരി അവരെ നല്ലോണം അസ്വസ്ഥരാക്കുന്നുണ്ട്. അവളുടെ കോൺഫിഡൻസ് അവരെ നല്ലോണം അസ്വസ്ഥരാക്കുന്നുണ്ട്. അവളുടെ തലയുയർത്തിപ്പിടിച്ചുള്ള നടപ്പ് അവരെ നല്ലോണം അസ്വസ്ഥരാക്കുന്നുണ്ട്. അവളുടെ വേഷവിധാനങ്ങൾ അവരെ നല്ലോണം അസ്വസ്ഥരാക്കുന്നുണ്ട്. അവളുടെ ഹാപ്പിനെസ് അവരെ നല്ലോണം അസ്വസ്ഥരാക്കുന്നുണ്ട്. അവൾക്ക് കിട്ടുന്ന പരസ്യങ്ങൾ, വിവിധതരം ഓപ്പർച്യൂണിറ്റികൾ, സ്വീകരണങ്ങൾ, ഉദ്ഘാടനങ്ങൾ എല്ലാം അവരെ നല്ലോണം അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, അവളുടെ മൗനം പോലും അവരെ നല്ലോണം അസ്വസ്ഥരാക്കുന്നുണ്ട്. തോറ്റുപോയെന്നും അടപടലം തെറ്റിപ്പോയെന്നും കരുതി സൈഡായി ഇരിക്കുന്നവരുടെ ജൽപ്പനങ്ങൾ കേട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിടാൻ മഞ്ജു വാര്യർ ഒരു യൂട്യൂബറല്ല. ദി ലേഡി സൂപ്പർ സ്റ്റാർ ഫിലിം ഫീൽഡിൽ നിന്ന് വർഷങ്ങളോളം മാറി നിന്ന് തിരിച്ചു വന്നപ്പോൾ പോലും താരമൂല്യത്തിന് ഇത്തിരി പോലും ഇടിവ് സംഭവിക്കാത്ത അയൺ ലേഡി. വിവാഹമോചനം കഴിഞ്ഞ നാൾ മുതൽ സോഷ്യൽ മീഡിയയിൽ കൂടി നിരന്തരം അവളെ സൈബർ ബുള്ളിങ്ങിനും തെറിവിളിക്കും നടത്തിയിട്ടും കമാന്നൊരക്ഷരം അവർ മിണ്ടിയിട്ടില്ല. സ്വന്തം മകൾ പോലും ഉപേക്ഷിച്ചവളെന്ന് ഇന്നും പലരും ആക്ഷേപിക്കുമ്പോഴും അവരത് തിരുത്താൻ ശ്രമിച്ചിട്ടേ ഇല്ല.